ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയ ഹോളി സെലിബ്രേഷൻ്റെ വീഡിയോ എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് DRDOയിലാണ്. ഞാനും ചാരും കല്ലും ഉണ്ട്. നമ്മൾ പണ്ടൊക്കെ ഇടലൊന്നും തോന്നില്ല. അവിടെ എല്ലാ വർഷവും ഇവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷം എല്ലാ വർഷവും ഹോളി സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇവിടെയാണ് വരലുള്ളത്. അപ്പോൾ ശോഭച്ചിൻ്റെ ഫ്രണ്ടായിട്ടാണ് ഞാനിത് വരിക. പിന്നെ ഇവിടെ ക്ലാസ് എടുക്കുന്ന വകയിലുണ്ട്, പക്ഷെ എന്നാലും ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചതാണ്. പിന്നെ ചാരുവിന് ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലിബ്രേഷൻ അതിൽ പങ്കെടുക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വേണ്ടിയിട്ട് ശോഭച്ചിൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം ആളെ കൂടിയാണ് ഞാൻ പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ ചാരുവിന് ഉള്ളിൽ പറഞ്ഞു വെച്ചിട്ട് ഞാളൊന്ന് പുറത്തേക്കും, കാരണം കല്ലും ഞാനും പൊടിയിലൊന്നും കളിക്കാൻ നിൽക്കുന്നില്ല. എന്തായാലും നമുക്ക് വീഡിയോസിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. പോയി നോക്കാം. 9 മണിക്കാണ്. ഇപ്പം 8:40. ചാരു ഒരു പഴയ ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് വന്നത്. എന്താ വെച്ചാൽ പോകുമ്പം ചിലപ്പോൾ ഈ കോലം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല. ആടെ അല്ല, ഇപ്രാവശ്യം വേറെ സ്ഥലത്താണ്. ഇപ്പം ഇവിടെ ക്ലാസ് എടുക്കലില്ല. ഫേസ് 2-ൽ കുറേ ആയി ക്ലാസ് എടുക്കാത്തത്. നമ്മളെ പോക്കിരിപ്പാറ് നമ്മുടെ ക്ലാസ്സിനൊന്നും അങ്ങനെ വിടുന്നില്ല കേസ്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ മോർണിംഗ് ക്ലാസ് എല്ലാം കട്ടാക്കി ഇതെല്ലാം റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് വരാം. അയ്യോ, തിരിച്ചു വരുമ്പോൾ ചാരുവിനെ കാണാൻ ഇങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്തായാലും. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം കല്ലുവിനെ ഞാൻ വീണ്ടും ക്യാരി ചെയ്താണ്. ഇതിനുള്ളിൽ ഇവിടെ തന്നെ നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലാണ് പരിപാടി. അപ്പം നമുക്ക് പോകാം ഗൈസ്. ഇവിടെ ആരും വന്നിട്ടില്ല, വരുന്നാളുള്ളൂ. ये लो ना, इसमें से निकाल। क्या एक अलग ब्रांड दिया क्या वो? If not, you won't get Carpenter. I'll take. ഹോളിൻ്റെ സെലിബ്രേഷൻ എല്ലാം ചെറുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞാൻ കല്ല് ഇവിടെ ഒരു ഭാഗത്ത് ഇരുന്നിക്കില്ലെങ്കിൽ തിരിച്ചു പോകുമ്പം മര്യാദയ്ക്ക് പോകാൻ കഴിയുമെന്ന് തോന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ ഗൈസ്. ഇപ്പം ഈ ഗ്രൗണ്ടിൻ്റെ കോലം ഇങ്ങനെയാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്നാൽ നമുക്ക് നോക്കാം കേട്ടോ. ബോക്സിലെല്ലാം പൊടികളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും വരുന്ന ആളും 9 മണിയായി, പക്ഷേ ആൾ കുറച്ച് നേരത്തെ പോയി വന്നിരുന്നു തോന്നുന്നു. നേരത്തെ എന്ന് വെച്ചാൽ 8:50 വന്ന്, കാരണം ഇതേട്ടം കൊണ്ടാക്കിയത് കൊണ്ട് ലേശം നേരത്തെ പോയി. പിന്നല്ലേ ഓട്ടോറിക്ഷയെല്ലാം വിളിച്ച് മെല്ലെ ആടി തൂങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കഴിയും. ഒരാൾ അങ്ങനെ വന്നത്. എന്നെക്കൊണ്ട് ഇന്ന് ഹോളീൻ്റെ എല്ലാം കിട്ടി. ഇനി ഞാനിപ്പം ഇവിടുത്തെ പരിപാടിയെല്ലാം തുടങ്ങുമ്പോൾ മെല്ലെ പുറത്തിറങ്ങും, അല്ലെങ്കിൽ ഇവിടുന്ന് വെള്ളത്തിൽ കുളിക്കും. അതുകൊണ്ട് കുറച്ച് നേരം മാറിയിരിക്കുന്നേക്ക് നല്ലത്. എൻ്റെ കല്ലുശ കല്ലുവിൻ്റെ എല്ലാം പോയി. അത് ഓർഗാനിക് കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഹോളി അടിപൊളിയായിട്ടില്ല അമ്മ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഹോളി അടിപൊളി. അവിടെ പോയിട്ട് ടാഗ് വാങ്ങും. Happy Holi. അപ്പം ഞാനും കല്ലും ഇവിടെ കുത്തിയിരിക്കുകയാണ്. പിള്ളേരെല്ലാം കളിക്കാൻ പോയി. ഇവിടെയാണെങ്കിൽ ഗേറ്റെല്ലാം ലോക്ക് ചെയ്തു. കണ്ട, ഗേറ്റ് ലോക്ക് ചെയ്ത്. ഇനി കൂപ്പൺ വാങ്ങി ടാഗും കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ കയറ്റുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം കിട്ടി. ചാരുവിൻ്റെ പൗഡർ ഇവിടെ ഉണ്ട്. ചാരുവിന് കളിക്കുന്നുണ്ട്. അതിൽ ഓടിപ്പഞ്ഞ് കളിക്കുന്നു. പിള്ളേർ കുറച്ചുണ്ട്.
ഇവിടെ എല്ലാവരും ഇവർക്ക് അറിയാൻ തന്നെയാണ്, അതുകൊണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല. കമ്പനിക്കെല്ലാം ആളുണ്ട്. അപ്പം കളിക്കത്താ വരും. അവരവിടുന്ന് വരുന്ന കുട്ടികളെല്ലാം എൻട്രിന്ന് ടാഗ് ഇടുന്നതാണ്. ചാരുൻ്റെ എല്ലാം കയ്യിൽ ടാഗ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ആ ടാഗർ തറച്ച് വെള്ളം കൊണ്ടുവന്നത് ഞാൻ ഈ ഷവറെല്ലാം കണ്ട, അതിൻ്റെ ഉള്ളിൽ കൂടി എല്ലാം ഇപ്പം വെള്ളം വരും. ഇവിടെ തന്നെ കുളിക്കലും നനക്കലും എന്ന് പറഞ്ഞ അവസ്ഥയായിരിക്കും ഇനിയിപ്പോൾ. ഇവിടെയാണ് ഇവിടെ ചെറിയൊരു ടാങ്കറിൽ വെള്ളം അതുമുണ്ട്. പിള്ളേരെല്ലാം അതിൽ നിന്ന് വെള്ളം എടുത്ത് ഇതാക്കുന്നുണ്ട്. 11 to 1 ना थोड़ा क्राउड रहेगा हाँ ऐसा एक आदमी लेना है बच्चे लोग रहेंगे और थोड़ा सा वो 11 to 1 थोड़ा सा 11 से 12 ठीक रहेगा. ഇത് കണ്ടിട്ട് ചാരുവിനോട് കുത്തിരിക്കല്ല, കല്ലിനോട് കുത്തിരിക്കുന്നൊന്നുമില്ല. ഓക്കും പോണം, അതിനൊച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ടാറ്റ പോണാ. നിന്നെ കുളിപ്പിക്കട്ടാ. സഞ്ചി നിറച്ച് വാട്ടർ ബലൂണും കൊണ്ട് ഒരുത്തി നടക്കുന്ന ഈശക്കുട്ടി. അതെല്ലാം പൊട്ടിക്കാനുള്ളതാ, സേഫാക്കി കൊണ്ടാക്കുന്നൊന്നും എല്ലാവരും വരുന്നവരെ. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തേരെ. കല്ലൂന് എൻ്റെ അടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യമില്ലേനു. പക്ഷെ ഓളായിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, അവിടെ പോയി ഫുള്ള് മണ്ണും പൊടിയും എല്ലാം വാഴ്ത്തുന്നു. അതുകൊണ്ട് ഞാൻ പൊടിക്ക് പൊടിച്ച് കുത്തിരിക്കുന്നതാണ്. പിള്ളേരാണെങ്കിൽ എല്ലാവരും പൊരിഞ്ഞ് കളി തുടങ്ങിയിട്ട് ഫുള്ള് വെള്ളത്തിലും പൊടിയും വാരി എറിയലും മേലാക്കലും ചീറ്റലും എന്ന് പറഞ്ഞിട്ട് ഞാനും കല്ലു ഒതുങ്ങി പിടിച്ചൊരു സൈഡിലിരുന്ന്. കാരണം വിലയെടുക്കാറ്റും പൊട്ടിക്കുണ്ടേ പിന്നെ നോക്കണ്ട, വെള്ളത്തിൽ കുളിച്ച് പൊടിയുമായി. കളറാണെങ്കിൽ ആയിട്ടായാലും പോവില്ല. പക്ഷെ കുറേ ഓർഗാനിക്കാണ് യൂസ് ചെയ്യുന്നത്, എന്നാൽ എല്ലാവരും ഓർഗാനിക്കാണ് യൂസ് ചെയ്യണമെന്നില്ലല്ലോ. പിന്നെ അതുകൊണ്ട് ഞാൻ മാറിയിരുന്ന് കുറച്ച് അടുന്ന് വിടുന്നെല്ലാം കുറച്ച് നാളെ മേലേക്ക് വീട്ടിൽ തേച്ച് തന്ന് പോയതുണ്ട്. അതില്ലാണ്ട് ഇങ്ങനെ ഇവരെ നടുക്കേക്ക് ഇറങ്ങിയിട്ട് ഇപ്രാവശ്യം ഞാൻ ഹോളി ആഘോഷിച്ചിട്ടില്ല. കല്ലൂനെ പരിഗണിച്ചിട്ട് ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നാണ്. പിള്ളേർ കളിക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കണം എന്ന് തോന്നും, പക്ഷേ അടങ്ങി ഒതുങ്ങി ആടെ കുത്തിയിരുന്ന്. എനിക്ക് ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാനും ഭയങ്കര ഇഷ്ടം. നല്ല രസമല്ലേ സംഭവം, കുറേ ഫ്രണ്ട്സും കൂടി ഉണ്ടെങ്കിൽ സംഗതി അടിപൊളിയാണ്. കല്ലുവാണെങ്കിൽ തട്ടും മുട്ടും കേട്ടിട്ട് താളം പിടിച്ച് എന്നോട് ഇറക്കി വിടുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ഞാൻ ഒതുങ്ങിയിട്ട് പിള്ളേരെ വീഡിയോ എടുക്കുന്ന ചെവല് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നതിന്. അടിയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം എടുക്കാനും പറ്റും, അവിടെ നിന്ന് അധികം പോകാൻ വേണ്ട. അതുകൊണ്ട് ആ ഒരു ചുറ്റുവട്ടത്ത് തന്നെ പിള്ളേർ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം സംഭവം നല്ല രസമാണ്. ഒരു ദിവസമാണെങ്കിലും നല്ലൊരു ആഘോഷമാണ്. എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യുന്നൊരു കുറച്ച് മൊമെൻറ്റ്സ് ആയതുകൊണ്ട് സംഭവം നല്ല അടിപൊളിയാണ്. പിന്നെ ഇത് രതീഷേട്ടനും ഋത്തുവാണ്. ഇവർ ഒരു കെയർ ഓഫിലാണ് ഞാൻ എല്ലപ്പോൾ ഹോളി ആഘോഷിക്കാൻ വേണ്ടി അവിടെ പോക്ക്. അപ്പം ശോഭേച്ചീനെ ഞാൻ ഇടയ്ക്കെടിയോ കണ്ടുപിട്ടിട്ടുണ്ട്. ശോഭേച്ചിയിലും പിന്നെ ഫുള്ള് തിരക്ക് തന്നെയായിരിക്കും അവിടെ ഈ ഒരു ഹോളീൻ്റെ എല്ലാം ടൈമിൽ തിരക്ക്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആൾക്കാർ കുറവുള്ളതായിട്ട് തോന്നി. കഴിഞ്ഞ പ്രാവശ്യത്തേനെക്കാട്ടിലും കുറവായിട്ട് തോന്നി. പിന്നെ അയാളൊരു അധിക സമയം ഒരു 2-3 മണിക്കൂർ വെള്ളത്തിൽ കളിക്കുമ്പോഴത്തേക്കന്നെ മെല്ലെ പോരാന്നില്ല. പിന്നെ ഇങ്ങനെ ഈ പ്രാവശ്യം എൻട്രി എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ ക്യൂ എല്ലാം നിന്ന് ആൾക്കാർ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ,
നല്ല സ്ഥലമുണ്ട്. സ്പോർട്സ് കോംപ്ലക്സ് ആയതിനെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ചും ഏടമാണേയും പാഞ്ഞ് കളിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ മുട്ടും തട്ടും കൊട്ടും എന്ന് പറഞ്ഞ പോലെ എനിക്കിതിൽ മെയിനായിട്ട് ഇഷ്ടം ഇവരെ ഡാൻസിങ് കാണാൻ നല്ല രസമാണ് സംഭവം. അതുകൊണ്ട് ആ മുട്ടും തട്ടുണ്ടാകുമ്പോഴുള്ള ഡാൻസ് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ പിള്ളേരെ വൈത്താലെ അടുത്ത് കുറേ വീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആടുന്നോടുന്നെല്ലാം വെള്ളം എൻ്റെ മേലും ആകുന്നുണ്ട്. പക്ഷെ അത്ര പ്രശ്നത്തിലൊന്നും ഞാൻ പെട്ടിക്കില്ല. കുഞ്ഞിനുള്ളതിനെ കൊണ്ട് എന്നെ എല്ലാവരും ഒന്ന് പരിഗണിച്ചിട്ട് മാറ്റി തന്നിട്ടുണ്ട്. കുറച്ച് പൊടി ആടുന്നോടുന്നെല്ലാം മുഖത്തായിക്ക് അത്രന് മാത്രം. പിന്നെ കല്ലു ആടെ ഇരിക്കാനേ സമ്മതിക്കുന്നില്ല. ഓക്കെ കൊട്ടും പാട്ടെല്ലാം കേട്ടിട്ട് പിന്നെ കളിക്കണം, അങ്ങോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതിലെല്ലാം നടക്കാനെല്ലാം പോയി. പിള്ളേരാണ് തോക്കൊരു ഭാഗത്ത് ബലൂൺ ഒരു ഭാഗത്ത് കണ്ടൊക്കെ വാരി പൊടിയിലിങ്ങനെ വാരി പൊത്തുന്നേ. പിന്നെ ആടെയാണ് ചെറിയൊരു സ്റ്റോളും കബാബ്സൊക്കെ ഇട്ടിട്ടുണ്ടേനും. അപ്പോൾ ജ്യൂസായിട്ടും സ്നാക്സ് ആയിട്ടെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു. രാവിലത്തെ ആയതുകൊണ്ട് ആവശ്യം ഉള്ളവർക്ക് വാങ്ങി കഴിക്കാമെന്നുള്ള രീതിക്ക് ചെറിയൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കിനും എല്ലാവരും തലക്കൂടി വാരി പൊത്തിക്ക് നടക്കുന്ന സംഭവം കാണാൻ രസമാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള കുളിക്കലാണ് മെയിൻ പ്രശ്നം. തലേന്നുള്ള പൊടിയും പോവില്ല. ഒരാഴ്ചത്തേക്ക് പൊടി ഉണ്ടാകും ചെവിയിലും മൂക്കിലും നന്നിട്ട് ഫുള്ള് പൊടിയായിരിക്കും.
sun is out, won't go away. Feel the clouds on your shoulder. Touch the sky, feeling bolder. Going up, going out, going all the way. Going high, 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 high. Going up, going out, going all the way. Going high, high, higher. Going all the way, going up. Going all the way, going up. Going all the way, going high, higher. Break the mold, then press repeat. Get 'em up on the edge of their seats. Set your aim a little higher. We're gonna go, gonna go, gonna go there. Going up, going out, going all the way. Going high, 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 high. Going up, going out, going all the way. Going high, higher. Going all the way, going up. Going all the way, going up. Going all the way, going higher. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. Going up, going out, going all the way. Going high, 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 high. Going up, going out, going all the way. Going high, high, higher. Going all the way, going up. Going all the way, going up. Going all the way, going high, higher. കുറച്ചുകൂടി സമയം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഗ്രൗണ്ട് നിറച്ചു ആൾക്കാരായി. പിന്നെ ഒന്ന് പറയേണ്ട, അടുത്ത പൂരം കണ്ട രാവിലെ ഞാൻ കാണിച്ച ആ സ്ഥലമേ മാറിപ്പോയി. അപ്പോൾ ഹോളിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടില്ല. അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചാരു രാവിലെ പോയിട്ട് ഫുള്ള് കളിച്ച് തണുത്ത് പറിച്ച് എല്ലാം കൂടി കോയിട്ടായി തന്നെ. അതുകൊണ്ട് ഞങ്ങൾ പുറക്ക് പോകുന്നേ. പിന്നെ രാവിലെ വന്നല്ലേ വിശക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് ചെറിയായിട്ട് ഒരു സ്നാക്സും എല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ല വിശപ്പുണ്ട്. അപ്പം പുറക്ക് പോയിട്ട് ഇനി ഫുഡെല്ലാം ആക്കിയിട്ട് കഴിക്കണം. ദോശയായിട്ട് ഉണ്ടാക്കി കഴിക്കാം. അപ്പം എല്ലാവർക്കും ഹാപ്പി ഹോളിഡേയ്സ്. ഹോളി. ഞാൻ ഒരു ഓട്ടോറിക്ഷയൊക്കെ ബുക്ക് ചെയ്തിട്ട് ഗേറ്റിനുള്ളിലേക്ക് വിടുന്നില്ല. കണ്ടിപ്പോൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നിട്ട് പോകുന്നു. അയ്യോ, ഞാനും കല്ലും അതിവിദഗ്ധമായി ഹോളിയിൽ നിന്ന് രക്ഷപ്പെട്ടു. കുറച്ച് എന്നിട്ട് ആടുന്നൂടുന്നെല്ലാം തേച്ചിക്കുക, അല്ലെങ്കിൽ കുറച്ച് പോയി കളഞ്ഞു. പക്ഷെ വെള്ളത്തിൻ്റെ അകത്തെല്ലാം കളിക്കാണ്ട് രക്ഷപ്പെട്ടത്. പക്ഷെ ചാരുവിൻ്റെ കൊന്ന് ഇപ്പോൾ ഒരു സ്നാക്ക് ബോക്സ് ഉണ്ടായിരുന്നു, അതും വാങ്ങി തണുത്ത് പറിച്ച് പോകുന്നതെല്ലാം കൂടി കളിച്ച് ലാസ്റ്റ് ഓളെന്നെ പറഞ്ഞ് കളിക്കണ്ടാന്ന്. അങ്ങനെ തന്നെ പുറത്ത് പോകുന്നതാണ്. പുരയിൽ പോയി കുളിപ്പിക്കണം പണി. ഞാൻ പുറത്ത് വെച്ച് സ്വന്തം കുളിച്ചോട്ടെ. അപ്പോൾ ഗസ് ഞങ്ങൾ ഓട്ടോറിക്ഷ താനായി ഓട്ടോറിക്ഷ വാട വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലേ കല്ലുവോ പറ. ആ ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട് നേരാ. ടാറ്റ പോന്നാ പറ.
ഫൈനലി ആ ഓട്ടോറിക്ഷയിൽ കയറി കുറച്ച് നടക്കുന്നുണ്ട്. സ്നാക്ക് ബോക്സിൽ എന്താന്ന് ഗൈസ് ബർഗർ ഉണ്ട് ഗൈസ്. ഇല്ല ബർഗർ അല്ലേ? അപ്പം ബർഗറും വേറെ എന്തെല്ലാം ഉണ്ട സാധനങ്ങളുണ്ട്. അതാണ് സ്നാക്ക് ബോക്സ്. അപ്പം നമ്മൾ ഹോളി കഴിഞ്ഞു, ഹോളി ആഘോഷിച്ചു. പറയല്ലോ ഹാപ്പി ഹോളി പറ.